കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. മനോഹരമായ ഈ ഒരു പ്രഭാതത്തിൽ ദൈവത്തിന്റെ സംരക്ഷണവും സമാധാനവും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന് താൻ സൃഷ്ടിച്ച മനുഷ്യരെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നിങ്ങളുമായി അറിയിച്ച് പങ്കിട്ട് കടന്നു പോകുന്ന ഒരു ടീമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. വളരെ ക്ഷണികമായി ഈ ലോകത്തിലായിരിക്കുന്ന മനുഷ്യ മക്കളെ ദൈവം തന്റെ മക്കളായി തീർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണിത്. അല്പനേരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ ഒരു ശബ്ദപരിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം അരുളി ചെയ്യുന്നു: രാജത്വത്തിന് ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓട്ടം, ക്ഷണികമായ ഈ ഒരു ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓടിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ ശരിയായ ദിശയിലാണോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പരിശോധിക്കാൻ ഈ ഒരു സന്ദേശം നിങ്ങളെ ഉപകരിക്കും. അല്പനേരത്തേക്ക് തുറന്നുള്ള ഒരു 10-15 മിനിറ്റ് ഈ ഒരു ശബ്ദ പരിധിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ആ സന്ദേശം ശ്രവിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ, വഹിച്ചിടാം താൻ മുഖം പഠിക്കുവാൻ നാഥനോട്. അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിനെ, ജയിച്ചിടാം വിളങ്ങിടാം
ദൈവത്തിൻ പുത്രരായി ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലെ വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവം മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. Praise the Lord. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നായ യശവൻകരയിലെ പല രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ ഒന്നായ കേരളത്തിലെ പല ജില്ലകളിൽ ഒന്നായ എറണാകുളത്ത് കൊച്ചിൻ എയർപോർട്ടിന് സമീപം അത്താണി ജംഗ്ഷനിൽ പ്രപഞ്ചത്തിന്റെ ഉടയവനായ സൃഷ്ടാവായ ജാതിയില്ലാത്ത മതമില്ലാത്ത ഗ്രൂപ്പില്ലാത്ത ദൈവത്തിന്റെ സന്ദേശവുമായി ആയിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ലോകത്ത് പല നല്ല വിശേഷങ്ങളുമുണ്ട്. നല്ല വിശേഷങ്ങളുടെ മറ്റൊരർത്ഥമാണ് സുവിശേഷം. നല്ല വിശേഷം. എന്നാൽ നല്ല വിശേഷങ്ങളുടെ ഒക്കെയും രാജാവെന്ന തലത്തിൽ ഏറ്റവും നല്ല വിശേഷമാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മാനവരാശിയോട് അറിയിച്ച സന്ദേശം. നല്ല വിശേഷങ്ങളുടെ മുകളിലുള്ള നല്ല വിശേഷം സുവിശേഷം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതിനേക്കാൾ നല്ല ഒരു വാർത്തയില്ല. ആ വാർത്ത കൊച്ചിൻ എയർപോർട്ടിന് സമീപമുള്ള ഈ അത്താണി ജംഗ്ഷനിലെ ജനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ മാത്രമല്ല ആകസ്മികം എന്നോണം അറിയാതെ ട്യൂൺ ചെയ്ത പ്രിയ മകനെ മകളെ ദൈവദാസനെ
നിങ്ങൾക്കും സാക്ഷ്യമായി ഇവിടെ അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിനെല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. അതായത് ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശം ഈ ലോകത്തെല്ലായിടവും അറിയിക്കും. അതോടുകൂടെ യുഗം അവസാനിക്കും. അപ്പോ ഈ അത്താണി ജംഗ്ഷനിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ ഈ ഓൺലൈനിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന പ്രകുഞ്ഞുങ്ങളെ നിങ്ങളും ചേർന്ന് ഇതറിയുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ സന്ദേശം? എന്താണ് വിശേഷങ്ങളുടെ മുകളിലുള്ള വിശേഷമായ, സുവിശേഷങ്ങളുടെ മുകളിലുള്ള സുവിശേഷമായ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും ഭൂമിയിൽ ഏതാനും ദിവസം മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ച് മണ്ണറയുമ്പോൾ ഈ മൺമറയുന്ന നമ്മളെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പൊ ഭൂമിയിൽ മനുഷ്യരോടുകൂടെ ജീവിച്ച മൺമറയുന്ന ജനത്തിന് സ്വർഗത്തിലെ സൃഷ്ടാവായ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെ പോലെ മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശമായ സുവിശേഷത്തിലൂടെ. ഇതിൽ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. സൃഷ്ടാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും തന്നോടുകൂടെ തന്റെ കുടുംബ നാഥൻ എന്നുള്ള ആ തലത്തിൽ, താൻ കുടുംബനാഥനായിട്ട്, കുടുംബത്തലവനായിട്ടുള്ള ആ തലത്തിൽ, താൻ പരമാധികാരിയായിരിക്കുന്ന ആ തലത്തിൽ നമ്മളെ ഓരോരുത്തരെയും ആ ദൈവ കുടുംബത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ക്ഷണിക്കുകയാണ്. ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ, അപ്പോൾ തന്നെ ഈ ഭൂമിയുടെ ഭരണം കയ്യിലെടുക്കുവാൻ, രാജാവായി തീരുവാൻ. അപ്പൊ ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ട് കാണില്ല. ഒരുപക്ഷെ നിങ്ങൾ മതപ്രസംഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. യേശുക്രിസ്തു പ്രസംഗിച്ച ഈ രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല. യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചു എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി. തീർച്ചയായും അത് നമുക്ക് നല്ല വിശേഷം തന്നെയാണ്, സുവിശേഷം തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം അതൊന്നുമല്ല. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് നമ്മളോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ നിന്റെ സ്വകേന്ദ്രീകൃതമായ പാപകരമായ ജീവിതം വിട്ടിട്ട് ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാനസാന്തരപ്പെടുക എന്ന സന്ദേശമാണ് ദൈവം തന്റെ പുത്രനായ ക്രിസ്തു യേശുവിലൂടെ നമ്മളോട് അറിയിച്ചത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു. യേശു തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ, ഞാൻ പറഞ്ഞ ഈ നല്ല വിശേഷത്തിൽ വിശ്വസിക്കുക. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇവിടെ ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചു. ദൈവം മനുഷ്യരോടുകൂടി പാർക്കുവാനുള്ള കാലം സമീപിച്ചു. അതുകൊണ്ട് മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് അവസാനിച്ചു പോകുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് അവസാനമില്ലാത്ത ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് നീ കടന്നു വരുവാൻ തക്കവണ്ണം നീ ഒരുങ്ങുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം മനസ്സിലാകുന്നത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്,
ദൈവം നമ്മെ കോപത്തിലല്ല ക്ഷണിച്ചത്. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്, ശ്രദ്ധിച്ചു കേൾക്കുക, നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് ദൈവപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷപ്രാപിക്കാൻ അത്രയും നിയമിച്ചത്. അപ്പോ യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം നാം ദൈവത്തോട് കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതാണ് ലക്ഷ്യം. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ നമുക്ക് മാർഗമില്ലാതിരിക്കുമ്പോൾ മനുഷ്യന്റെ പാപങ്ങളിൽ ദൈവത്തിൽ അകന്നിരിക്കുമ്പോൾ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ആ ലോക്ക് തുറന്ന് നമ്മുടെ ഓരോരുത്തരെയും ഈ ദുഷ്ടലോകത്ത് നിന്ന്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം നമുക്ക് സുവിശേഷമായി, അത് മാർഗമായി മാറി. എന്തിലേക്കുള്ള മാർഗം? യേശു പ്രസംഗിച്ച 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷമായ ദൈവത്തോടു കൂടെയുള്ള ആ ദൈവരാജ്യ ജീവിതത്തിലേക്കുള്ള, ദൈവ കുടുംബമായി ജീവിക്കുന്ന ആ ഒരു തലത്തിലേക്കുള്ള മാർഗമായി മാറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ സന്ദേശത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ലക്ഷ്യം, മറ്റൊന്ന് മാർഗം. ലക്ഷ്യം മറ്റൊന്നുമല്ല, സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തുവിലുള്ള ജീവിതമാണ്. അതിന് മാർഗം വേറെ ആരുമില്ല. ആകാശരകയിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, മരണത്തിൽ രക്ഷിപ്പാൻ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് മനുഷ്യന് ലഭ്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശമായ സുവിശേഷമായ യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം നാം ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളായി നിത്യം ദൈവത്തിന്റെ കുടുംബമായി തീരുവാനുള്ള ആ ഒരു സ്വർഗീയ ഇൻവിറ്റേഷൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്നാൽ പാപികളായ മനുഷ്യർക്ക് ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, പാപം നിമിത്തം ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ, ആ പാപത്തിന് പരിഹാരമായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി പാപത്തിന്റെ ശമ്പളമായ മരണം തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു എന്ന സന്തോഷമായ ആ വാർത്ത തിരിച്ചറിഞ്ഞ് യേശുവെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ഇതാ ആ യേശുവെ അനുസരിക്കുന്നുവെങ്കിൽ ഈ ദിവ്യമായ സന്ദേശത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ള കാര്യം സന്തോഷത്തോടെ ഈ അത്താണി നിവാസികളെ, ഈ ശബ്ദകാഴ്ചവരുതയിലുള്ള ഏവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. ഒന്നുകൂടി പറയാം, എന്താണ് യഥാർത്ഥത്തിൽ സുവിശേഷം? അത് ഒരു സ്വർഗീയ ഇൻവിറ്റേഷനാണ്. സ്വർഗസ്ഥ പിതാവോടുകൂടെ സ്വർഗസ്ഥ പിതാവിന്റെ മക്കളായി ക്രിസ്തുവിൽ ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ്. അത് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. എന്നാൽ മാനവരാശിയായ നമുക്ക് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാലും നമുക്കവിടെ എത്തിപ്പെടാൻ വഴിയില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ സന്ദേശം പറഞ്ഞ അവസാനം, തന്റെ ജീവിത അവസാനം നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമാവുകയും ജീവനുള്ള പുതിയ വഴിയെ തന്റെ മരണത്തിലൂടെ തുറക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ദുഷ്ടലോകത്തു നിന്ന് മരണത്തിൽ രക്ഷയ്ക്കുള്ള കാരണമായി തീർന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക, പിതാവോട് കൂടി ജീവിക്കുക. അത് ക്രിസ്തുവിലൂടെ അല്ലാതെ സാധ്യമാകുന്നില്ല. കാരണം ക്രിസ്തുവാണ് ഏകമാർഗം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത് മരിച്ചത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവെ ദൈവത്തിന്റെ പുത്രനായി സ്വീകരിക്കുകയും ആ ക്രിസ്തുവെ നമ്മുടെ കർത്താവും നാഥനുമായി സ്വീകരിച്ച തുടർന്നുള്ള നാളുകളിൽ ക്രിസ്തു എങ്ങനെ ദൈവത്തിനായി ജീവിച്ചു അതേപോലെ നാം ക്രിസ്തുവിനായി ജീവിച്ചുകൊണ്ട് നാം ദൈവത്തിനായി ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ, പ്രിയമകനെ, പ്രിയമകളെ, ഈ സദ്വാർത്തയിലേക്ക് ദൈവത്തിന്റെ മകനായി ദൈവത്തോടുകൂടി ജീവിപ്പാൻ, ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരുവാൻ നിങ്ങളെ ഏവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്.
നാളെ ഞങ്ങളത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് ഈ അത്താണി നിവാസികൾ, ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ളവർ പറയുവാനായിട്ട് ഇടയാകരുത്. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സർവ സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തിയുള്ളവരെ അറിയിക്കപ്പെടും. അതോടെ അവസാനം എന്ന് പറയുന്ന ഈ സന്ദേശം നിവൃത്തീകരണമാണ് ഇന്ന് ഈ ഓൺലൈനിലൂടെ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഈ സന്ദേശം കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, മരണം നിന്റെ ജീവിതത്തെ കീഴടക്കുന്നതിന് മുമ്പ് മരണത്തെ കീഴടക്കുവാൻ കഴിവുള്ള ഈ ദിവ്യ സുവിശേഷത്തെ സ്വീകരിച്ച് ഇതാ മരണത്തെ കീഴടക്കി ക്രിസ്തുവിൽ സ്വർഗീയ പിതാവോടൊപ്പം ജീവിപ്പാൻ നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇത് ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ അടുക്കൽ ചില നോട്ടീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 2 നോട്ടീസുകളിൽ ഒന്ന് ഞങ്ങൾ ഈ പറഞ്ഞ രാജ്യത്തെ സുവിശേഷമാണ്. നിങ്ങൾ കേട്ടത് പെട്ടെന്ന് നിങ്ങൾ മറന്നു പോകാം. എന്നാൽ ആ പേപ്പറിൽ ആ സന്ദേശം എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് വായിച്ചു നോക്കുമ്പോൾ വീണ്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഓർക്കുവാനായിട്ട് ഇടയാകും. മാത്രമല്ല, ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുകാട്ടുപടി എന്ന സ്ഥലത്ത് അവിടെ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം കഴിഞ്ഞ 22-23 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ചയോട് അവസാനിക്കുന്ന ആ ദൈവവചന ശുശ്രൂഷയിലേക്ക്, ദൈവരാജ്യ സുവിശേഷ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് മറ്റാരുമില്ല, എന്നെ സഹായിക്കാൻ കൂടെ ആരുമില്ല എന്നുള്ള എല്ലാം ചിന്തയില് ആയിരിക്കുന്ന വ്യക്തികൾക്ക് ഇതാ ഞാൻ രോഗിയാണ്, എല്ലാവരും തള്ളപ്പെട്ടവനാണ്, മാത്രമല്ല വചനത്തെ കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിത്യമായ ആ സന്ദേശത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ആ ധ്യാന കേന്ദ്രം ഒരു ആശ്വാസ കേന്ദ്രമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏവരെയും എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച നടക്കുന്ന ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത ധ്യാനം ജനുവരി 2026 ജനുവരി 5-ാം തീയതിയാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ദൈവം വിദേശത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അത്താണി നിവാസികളെ ഈ ശബ്ദ കാഴ്ചവൃതികൾ കേൾക്കുന്ന ഏവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഭൂമിയിലെ ഏതാനും ദിവസങ്ങളുടെ ജീവിതം മാത്രമേ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ ജീവിതവേളയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ ഈ ഭാവിയെക്കുറിച്ച് കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. അതിലെത്തിച്ചേരുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശവാസികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടേതായ ബിസിനസ്സുകൾ, ഇവരുടേതായ എല്ലാ ജോലി കാര്യങ്ങൾ, കുടുംബങ്ങൾ, തലമുറകളെല്ലാം അങ്ങാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അനുഗ്രഹം താൽക്കാലിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, നിത്യമായി അങ്ങയുടെ കൂടെ ജീവിക്കുന്ന ആ ദിവ്യ സന്ദേശത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ മക്കളെ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ നിത്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. നിത്യം നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. നന്ദി, നമസ്കാരം.